Hi YouTube. Namaste. ഇതൊരു ബ്രാൻഡ് ന്യൂ ചാനലാണ് ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് സീരീസായ C++ പ്രോഗ്രാമിംഗ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ്ലി പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എളുപ്പത്തിൽ പഠിക്കാൻ, മെയിൻലി ഇത് എനിക്ക് തന്നെ പിന്നീട് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. സോ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് IDE അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ എന്താണ് IDE എന്നുള്ളത് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. സോ IDE എന്ന് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, അതായത് നമുക്ക് കോഡ് എഴുതാനും കോഡ് റൺ ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാം, അതിനകത്ത് ഡീബഗ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു എൻവയോൺമെൻറ്റാണ്. അപ്പോൾ അത് തന്നെ പലതരം IDEs ഉണ്ട്. നമ്മളിപ്പോൾ C++ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് വിഷ്വൽ സ്റ്റുഡിയോ ആണ് ബേസിക് അതിന് ഉപയോഗിക്കുന്ന IDE. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ്റലിജി ഉണ്ട്, ജാവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പൈച്ചാം ഫോർ പൈത്തൺ. അപ്പോൾ അങ്ങനെ പലതരം IDE ഓരോ ആപ്ലിക്കേഷൻ സ്പെസിഫിക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ ആണെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡുണ്ട്, അത് ഇച്ചിരി ലൈറ്റ് വേർഷനാണ് വിഷ്വൽ സ്റ്റുഡിയോൻ്റെ. പക്ഷെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ആണ് ഉപയോഗിക്കുന്നത് ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ ഡീബഗിങ്ങും മെമ്മറി മാപ്പിങ്ങും ഒക്കെ C++ൽ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവായിട്ട് കാണാൻ പറ്റുന്നത് വിഷ്വൽ സ്റ്റുഡിയോയിലാണ്. സോ ഞാനത് ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോണത്. സോ ഇൻസ്റ്റാൾ ചെയ്യാൻ ആദ്യം നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോൻ്റെ വെബ്സൈറ്റിൽ പോവുക. സോ വിഷ്വൽ സ്റ്റുഡിയോ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ എന്ന് കാണാം. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ലൈറ്റ് വേർഷനാണ്. അത് മെയിൻലി ഉപയോഗിക്കുന്നത് ഈ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനാണ്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി ഈ സീരീസിൽ C++ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വെച്ച് യൂസ് ചെയ്യാം. ബട്ട് ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആയതുകൊണ്ട് ചില ആപ്ലിക്കേഷൻസ് എക്സ്റ്റൻഷൻസ് ഒക്കെ സപ്പോർട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ വെച്ച് കണ്ടിന്യൂ ചെയ്യണേ. അപ്പോൾ ഇതിൽ പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി ഈസ് എ ഫ്രീ വേർഷൻ. സോ കമ്മ്യൂണിറ്റി 2022 എടുക്കുന്നു. എന്നിട്ട് അപ്പോൾ അത് നമുക്കിവിടെ കാണാം, ടോപ്പിൽ ഇത് ഡൗൺലോഡായി. ആൻഡ് ഓപ്പൺ ഫയൽ, ക്ലിക്ക് യെസ്. എന്നിട്ട് ഇവിടെ ഓക്കെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും, അത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങും, വെരിഫൈ ചെയ്യും. അത് ഡൗൺലോഡായി. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റാളുമായി കഴിഞ്ഞാൽ അത് ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവും. സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല എക്സ്റ്റൻഷൻസ് ഇതിനകത്തായിട്ട് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജ് വെച്ചാൽ നമ്മൾ ഈ മെയിൻലി വിഷ്വൽ സ്റ്റുഡിയോ ഉപയോഗിക്കുന്നതെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഡെവലപ്മെൻറ്റ് വിത്ത് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഡെവലപ്മെൻറ്റ് വിത്ത് C++ആണ്. സോ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ളവർക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Node.js ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ബട്ട് ഞാൻ C++ ഡെസ്ക്ടോപ്പ് ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. സോ അത് ഇനി ഇൻസ്റ്റാൾ ആവും, ഡൗൺലോഡ് ആവും. അപ്പോൾ ഞാനിത് സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ ഇപ്പോൾ നമുക്കിവിടെ കാണാം ആപ്ലിക്കേഷൻ ഡൺ ഇൻസ്റ്റാളിങ്. സോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി. ഇപ്പോൾ ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ലോഞ്ച് കൊടുക്കാം. ലോഞ്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ സ്റ്റാർട്ടാവും. അപ്പോൾ ഇതിനെ സൈൻ ഇൻ ചെയ്യാൻ ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യുക. സോ ഞാൻ എൻ്റെ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ സൈൻ ഇൻ ആയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി. ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ടാകുമ്പോൾ സോ ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുന്നു.
എന്നിട്ട് ഇതിൽ എം ടി ലെറ്റ്സ് കൺസോൾ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യും. നമുക്ക് എം ടിയും വേണേൽ എടുക്കാം, ബട്ട് ഞാൻ കൺസോൾ ആപ്പ് സെലക്ട് ചെയ്ത് C++ ആണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. എൻ്റെ ഇതിൽ ഫോർ എക്സാമ്പിൾ സാമ്പിൾ C++ ആപ്ലിക്കേഷൻ ഇടുന്നു. ഞാനിതെൻ്റെ പ്രോഗ്രാംസിൽ ഞാൻ കൊണ്ട് സേവ് ചെയ്യുന്നു. ഇതിനൊരു സാമ്പിൾ C++ പേരിട്ടു. ഓക്കെ, ക്രിയേറ്റ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ആപ്ലിക്കേഷൻ ലോഡായി. നമ്മൾ കൊടുത്ത സാമ്പിൾ പ്രോഗ്രാമും ലോഡായി വന്നു. ഇത് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ IDE ജസ്റ്റ് നമ്മൾ സെറ്റപ്പായി. ഇതിനി റൺ ആവുമോ എന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ ടോപ്പിൽ ലോക്കൽ വിൻഡോസ് ഡീബഗർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എൻ്റെ തൊട്ടടുത്ത റൈറ്റിലൊരു പ്ലേ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആവും. സോ ഒരു കൺസോൾ വിൻഡോ, നമ്മൾ കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൺസോൾ വിൻഡോ ഓപ്പൺ ആയിട്ട് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആയി വന്നു. സോ ദാറ്റ് മീൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ റണ്ണിങ് ആണ്. നമുക്കിത് ക്ലോസ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ. ഇതാണ് IDE സെറ്റപ്പ്. സോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഗ്രാമിനെ കുറിച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.